റോണി കെ ബേബി, ഞാൻ അത് തന്നെയാണ് ചോദിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാനും അങ്ങയോട് ചോദിച്ചുകൊണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പിണറായി വിജയൻ സർക്കാരിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾ പഞ്ചായത്തിനെക്കുറിച്ച് പറഞ്ഞില്ല, കോർപ്പറേഷനെക്കുറിച്ച് പറഞ്ഞില്ല, മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് പറഞ്ഞില്ല, ജില്ലാ പഞ്ചായത്തിനെക്കുറിച്ച് പറഞ്ഞില്ല, ബ്ലോക്ക് പഞ്ചായത്തിനെക്കുറിച്ച് പറഞ്ഞില്ല. നിങ്ങൾ ആ വികസന കാര്യങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പ്രാദേശികമായ ജനക്ഷേമ കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ഈ പറഞ്ഞ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതിനെക്കുറിച്ച് താങ്കൾ പോലും ഇപ്പോൾ ഓർത്തൊന്നും ഇവിടെ വിശദീകരിച്ചുമില്ല. അപ്പോൾ അതൊക്കെ ജനങ്ങൾ പോലും അതുകൊണ്ട് തന്നെ ഓർക്കുന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ തന്നെ അത് സംവാദമാക്കിയൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ വന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ പറയേണ്ടതെല്ലാം പറഞ്ഞു സർക്കാരിനെതിരെ. അതിന് ജനങ്ങൾ ഇപ്പോൾ ഒരു മറുപടി, നിങ്ങൾ പറയുന്ന വാദം ശരിവെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങൾ അതിനൊരു മറുപടിയും കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ വീണ്ടും ഇത് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ? അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വീണ്ടും പിണറായി വിജയൻ മൂന്നാമത് വീണ്ടും വരാൻ വേണ്ടി കാര്യങ്ങൾ അന്വേഷിച്ച് ജനങ്ങളോട് പലതും പറഞ്ഞ് അവർ ഒരുങ്ങി വരുമ്പോൾ, ഇപ്പോൾ ഡോക്ടർ VPP പറഞ്ഞതുപോലെ അവർ പല രീതിയിൽ തയ്യാറെടുത്ത് ജനങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കി, മുമ്പ് അവർക്ക് അനുഭവമുണ്ട്, പല പ്രശ്നങ്ങൾ വന്നപ്പോൾ ജനങ്ങളോട് അവർ നേരിട്ട് ഇറങ്ങി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവർ ഇറങ്ങി പറഞ്ഞ് വീണ്ടും എത്തുമ്പോൾ നിങ്ങൾ ഇത് തന്നെ വീണ്ടും പറയുകയാണോ? ഇതേ മാനിഫെസ്റ്റോ എടുത്ത് അവതരിപ്പിക്കാൻ പോവുകയാണോ? ഒരേ വിഷയത്തിൽ വീണ്ടും പുതിയ തെരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവുകയാണോ? ഒരിക്കലുമല്ല. കാരണം ഈ ഇന്ന് വന്ന തെരഞ്ഞെടുപ്പ് ഫലം, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം, ഇതിനെ നമ്മളൊരു ഒറ്റപ്പെട്ട രീതിയിൽ വിശകലനം ചെയ്യേണ്ട കാര്യമില്ല. കാരണം 2021 പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നു. രണ്ടാമത് ഇടതുപക്ഷം ഒരു തുടർ ഭരണവുമായി കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോഴും എന്ത് ചെയ്തു? ഞങ്ങൾ ഞങ്ങളുടെ കടമ എന്താണ് ജനങ്ങൾ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, സ്വാഭാവികമായിട്ടും അധികാരത്തിൽ ഇടതുപക്ഷം വന്നപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്തായി. പക്ഷെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇത് ജനങ്ങൾ ഞങ്ങളിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആധികാരികമായി ജയം കിട്ടിയത്. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ LDF ജയിച്ചിരുന്ന സീറ്റുകൾ പോലും ഞങ്ങൾ തിരിച്ചുപിടിക്കാൻ വേണ്ടി വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ കഴിഞ്ഞ 4-4.5 വർഷം ഈ കേരളത്തിൽ നടന്ന എത്രയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആധികാരികമായി വിജയിച്ചു. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു റെക്കോർഡുണ്ട്, ഒരു ട്രാക്ക് റെക്കോർഡ്. അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് ഇന്ന് വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഈ ഫലത്തിൽ നിന്നും ഞങ്ങൾ ഒരിക്കലും അഹങ്കരിക്കുവാനോ അല്ലെങ്കിൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമോ എന്നൊന്നും ഒരു അവകാശവാദം ഒന്നുമല്ല. ഞങ്ങൾ ക്രിയാത്മകമായി എന്താണ് ഇതുവരെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ, ഒരു തരത്തിലുള്ള അഹങ്കാരവും ഇല്ലാതെ, അല്ലെങ്കിൽ 2026 ഞങ്ങൾ ഈസി വോക്ക് ഓവറിലൂടെ ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടി ഇരുന്നു കൊണ്ട് അങ്ങനെ ഒരു തരത്തിലുമല്ല. എന്താണ് ഇതുവരെ ഞങ്ങൾ ഈ തെരുവുകളിൽ പോരാടിയത്? കേരളത്തിലെ തെരുവുകളിൽ ഞങ്ങൾ പോരാടിയത് ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ. കാരണം ഞങ്ങളുടെ പോരാട്ടങ്ങൾക്ക്, ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾക്ക് കേരളത്തിലെ പൊതുസമൂഹം നൽകിയ പോസിറ്റീവായിട്ട് റിസൾട്ട് കൂടിയാണ്. അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാലും റോണി കെ ബേബി, ഇന്ന് ഗൗതം മാഷ് അവതരിപ്പിച്ച കണക്കുകൾ, ഡോക്ടർ VPP ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ, പല വർഷങ്ങളിൽ മുൻകാലങ്ങളിൽ നടന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണക്കിൻ്റെ പുറത്ത് അങ്ങനെ ആശ്വസിച്ച് മുന്നോട്ട് പോകാനും വകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഉള്ള അതേ തയ്യാറെടുപ്പ് തന്നെ വേണ്ടതുമുണ്ട്. അതിന് നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഇപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന അതേ ചോദ്യങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് താനും. ഒരു മാറ്റവും ജനങ്ങൾ LDFനോട് അപ്രതീക്ഷിതമായ ഒരു വിധിയെഴുത്ത് നടത്തിക്കൊടുത്തതല്ലാതെ നിങ്ങൾക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചോട്ടെ. ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് പഞ്ചായത്ത്, ഏത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വന്നാലും ഇവിടെ ഒരു വിശകലനങ്ങളുണ്ട്. റിസൾട്ടും ആ രീതിയിലാണ്. പഞ്ചായത്തുകൾ ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കമുണ്ട്. കാരണം ഗ്രാമപഞ്ചായത്തുകൾ, കാരണം അവരുടെ സംഘടനാ രീതി, ഇടതുപക്ഷത്തിന്റെ സംഘടനാ ശൈലി, ആ കേഡർ സ്വഭാവം. പക്ഷെ ഇന്ന് വന്ന റിസൾട്ട് നമ്മൾ പരിശോധിക്കണം. കേരളത്തിലെ പഞ്ചായത്തുകളിൽ ശതമാനക്കണക്ക് നോക്കുക, 35.58% പഞ്ചായത്തുകളിൽ മാത്രമാണ് ഇടതുപക്ഷം. റോണി കെ ബേബി, താങ്കൾ ഈ രാഷ്ട്രതന്ത്ര ശാസ്ത്രം പഠിപ്പിക്കുന്ന ആൾ കൂടിയാണെന്നുള്ളത് എനിക്ക് നല്ലവണ്ണം അറിയാമല്ലോ. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുകയും ചെയ്യും കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, 10, 20, 30 കൊല്ലം ഒരുമിച്ച് ഈ താങ്കൾ പറഞ്ഞ അതേ അവസ്ഥയിൽ ഇതിനെയൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമോ ഒരു മുന്നണിയോ ആണ് LDF. ഈ പറഞ്ഞ പഞ്ചായത്തുകളെയൊക്കെ സ്വാഭാവികമായി ഇത് നൂറ്റാണ്ടുകളോളം അങ്ങനെ തുടരുമെന്ന് നമ്മൾ വിചാരിക്കണോ? അതിനകത്തൊരു പ്രാദേശിക ഭരണവിരുദ്ധതയൊക്കെ ഉണ്ടാവില്ലേ? ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആളുണ്ടാവില്ലേ? അത് സ്വാഭാവികമായി അങ്ങനെയാണെങ്കിൽ അത് ഇടതുപക്ഷത്തെ ആണ് ബാധിക്കുക. അങ്ങനെ ഉണ്ടായാൽ ഈ 35% എത്തിയാൽ പോരാ, അതിലേക്ക് താഴെ പോകണം LDF. അതിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. കാരണം CPM-നെ ഒരിക്കലും ഞങ്ങൾ ചെറുതായി കാണത്തില്ല, ഇടതുപക്ഷത്തെ ഞങ്ങൾ ഒരിക്കലും ചെറുതായി കാണത്തില്ല. ഇടതുപക്ഷത്തിന് കൃത്യമായിട്ടുള്ള കേഡർ വോട്ടുകളുണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കേരളത്തിലെ ഏത് നിയമസഭാ നിയോജകമണ്ഡലം എടുത്താലും
കേരളത്തിൽ ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും CPM-ന് ഒരിക്കലും ഒരു 35% താഴെ വോട്ടിന് താഴെ പോകത്തില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. കാരണം അത്രയും പാർട്ടിയോട് കമ്മിറ്റഡ് ആയിട്ടുള്ള വോട്ട് ബാങ്ക് CPM-നുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്, കാരണം നമ്മൾ അതിന് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ശരിയായിരിക്കാം, പ്രാദേശിക സാഹചര്യങ്ങളായിരിക്കാം, പഞ്ചായത്തുകൾ തിരിച്ചടി ഉണ്ടായത്. അങ്ങനെയെങ്കിൽ കോർപ്പറേഷനുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, അതൊക്കെ നമ്മളെടുക്കാൻ കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന പ്രാദേശിക വിഷയങ്ങളാണ് പഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്നതെങ്കിൽ കൃത്യമായി ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത്. അവിടെയൊക്കെ അല്ലല്ല, അത് ഞങ്ങൾക്ക് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ തന്നെയാണ് കോർപ്പറേഷനിലെ താഴെ തട്ടിലെ യൂണിറ്റുകളുമൊക്കെ. അവിടെയും രാഷ്ട്രീയം നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നത് ജില്ലാ പഞ്ചായത്തുകളെയോ ബ്ലോക്ക് പഞ്ചായത്തുകളെയോ ഒക്കെയാണ് നമുക്ക് ഒരുപക്ഷെ രാഷ്ട്രീയം എന്നുള്ള നിലയിലേക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ വലിയ വ്യത്യാസം മുൻകാലങ്ങളിലെ കണക്കിൽ നിന്ന് ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് ഡോക്ടർ VPP നേരത്തെ വിശദീകരിച്ചത്. ഞാൻ വരാം പ്രൊഫസർ റോണി കെ ബേബി.